നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഏപ്രിൽ മാസം 27-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മേടമാസം 14-ാം തീയതിയാണ് ഞായറാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം 7-ാം തീയതിയാണ്. ഞായറാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം ഞായറാഴ്ച രാവിലെ 6:11 അസ്തമയം വൈകുന്നേരം 6:28 തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായിട്ട് ഉദിച്ചു വരുന്ന സമയമാണ് ഞായറാഴ്ച രാവിലെ 6:11. 6:11 ഉദിച്ചു വരുന്ന സൂര്യദേവൻ അമാവാസ്യ തിഥിയിൽ കൂടിയാണ് യാത്ര ചെയ്ത് വൈകുന്നേരം 6:28 തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിക്കുന്നത്. അമാവാസ്യ തിഥി ഞായറാഴ്ച രാത്രി 1:01 വരെ ഉണ്ടായിരിക്കുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ 3:40 ഞായറാഴ്ച രാത്രി 12:40 അശ്വതി നക്ഷത്രം അവസാനിക്കും. അതായത് തിങ്കളാഴ്ച 40:00 AM എന്ന് പറയുന്ന സമയത്ത് അശ്വതി നക്ഷത്രം അവസാനിക്കും. അഥവാ ഞായറാഴ്ച രാത്രി 12:40 ഈ അശ്വതി നക്ഷത്രം അവസാനിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഈ ഞായറാഴ്ച ദിവസം അശ്വതി നക്ഷത്രപ്രകാരം 27 നാളുകാരുടെയും ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നു. ഏറ്റവും കൂടുതലായിട്ട് ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ 7 നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുന്നത്. ഞായറാഴ്ച ദിവസം അശ്വതി നക്ഷത്രപ്രകാരം രേവതി, ആയില്യം, മകം, അവിട്ടം, മൂലം, പൂരാടം, പൂരുട്ടാതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ഈ 7 നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. രേവതി, ആയില്യം, മകം, പൂരുട്ടാതി, അവിട്ടം, മൂലം, പൂരാടം ഇത്രയും നാളുകാർക്ക് ഞായറാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന നല്ല അനുഭവങ്ങൾ, തൃപ്തികരമായ ജീവിത സാഹചര്യങ്ങൾ, നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. ഞായറാഴ്ച ദിവസം അശ്വതി നക്ഷത്രപ്രകാരം പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ തിരുവോണം, ചതയം, ഉത്രട്ടാതി, ഉത്രമുക്കാല്, അത്തം, ചിത്തിര 2 പാദം, കന്നിക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ഈ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചിരിക്കണം. കാരണം അത് സത്യമായിട്ടും വന്നു ഭവിക്കുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന കാര്യങ്ങളിലല്ല പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത്. അപ്പം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ള ദിവസം ചിലർ പറയും വാഹനം ഓടിക്കുന്നവരൊക്കെ സൂക്ഷിച്ച് വാഹനം ഓടിക്കും, ആപത്തൊന്നും അല്ലെങ്കിൽ അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി വാഹനമൊക്കെ ഓടിക്കും. പക്ഷെങ്കിൽ അന്നത്തെ ദിവസം വേറെ ഏതെങ്കിലും രീതിയിലുള്ളൊരു കാര്യമായിരിക്കും പ്രതികൂലമായി വന്നു ചേരുന്നത്. വാഹനം ഓടിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കും, അവിടെയും പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ അവിചാരിതമായ ഒരു കാരണത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരു വിഷയത്തിലായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും ഞായറാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും ഞായറാഴ്ച ദിവസം അമാവാസ്യ തിഥിയാണ് ഞായറാഴ്ച ദിവസം. എന്നിരുന്നാൽ പോലും ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഈ ശുഭസമയം നോക്കി ജ്യോതിഷം പറയുന്നു. ഞായറാഴ്ച ദിവസം ശുഭസമയം പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഞായറാഴ്ച ദിവസം രാവിലെ 6:11 മുതൽ 9:11 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:41 മുതൽ ഉച്ചകഴിഞ്ഞ് 3:11 വരെയുള്ള സമയം ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അമാവാസ്യ തിഥിയാണ്. നമുക്ക് വളരെ അത്യാവശ്യപ്പെട്ടൊരു കാര്യം ചെയ്യണം, അന്നേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ കഴിവതും ഈ സമയം നോക്കി തന്നെ ചെയ്യണം എന്നാണ് ജ്യോതിഷം പറയുന്നത്. അത് ചെയ്യുന്ന കാര്യത്തിന് ഫലമുണ്ടാകണം, നല്ല ഫലമുണ്ടാകണം, അനുകൂലമായ ഫലമുണ്ടാകണം. പ്രതികൂലമായ ഫലമല്ല ഉണ്ടാകേണ്ടത്. ശത്രുതയോ അതേ തുടർന്ന് പ്രശ്നങ്ങളൊന്നുമല്ല വേണ്ടത്. നല്ല അനുഭവങ്ങൾ തന്നെ തീർച്ചയായിട്ടും ഉണ്ടാകാൻ വേണ്ടിയാണ് ജ്യോതിഷം പറയുന്നത് ഈ സമയം നോക്കി ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയവും ഉണ്ടാകും. ഇനിയും സംഖ്യാശാസ്ത്രമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 27 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 9 വരും. ഏതൊരു മാസവും 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. അവരുടെ ജീവിതത്തിൽ ഉത്കൃഷ്ടമായ ഉത്തമമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി കൂടുതൽ നിറങ്ങളെ ആശ്രയിക്കുക. മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടുതലായിട്ട് ധരിച്ചാൽ
അങ്ങനെ ധരിക്കുന്നവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും. മാത്രമല്ല ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമവും ഉത്കൃഷ്ടവുമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശവാദം ഉന്നയിക്കുന്നത്. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു തരുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു റിക്വസ്റ്റാണ് ഞാൻ ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല കമൻറ്റൊക്കെ നൽകുക. ഓക്കെ, ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം ഞായറാഴ്ച ദിവസം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം അനുകൂലിച്ച് ധനപരമായ നേട്ടം, അശ്വതി നക്ഷത്രത്തിൻ്റെ അനുകൂലമായ അനുഭവം കൊണ്ട് ധനപരമായ നേട്ടം ജീവിതത്തിൽ ഉണ്ടാകുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. രേവതി, പുണർദം, രോഹിണി, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. ഇവിടെ ഞാൻ ഈ മകം നാളുകാരുടെ കാര്യം പറഞ്ഞല്ലോ, മകം. അപ്പോൾ മകം നാളുകാർക്ക് മൂലം നാളുകാർക്കും പ്രതികൂലമായ അനുഭവമുള്ള ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ധനപരമായ നേട്ടം ഉണ്ടാകുന്നതെന്നൊരു ചോദ്യം ചോദിക്കാം. അതിന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. നമുക്ക് ധനം വന്നു ചേർന്നാലും ധനം കയ്യിലുണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും. ധനം വന്നു ചേരുന്നത് മറ്റൊരു രീതിയിലാണ്. പ്രതികൂലമായ അനുഭവങ്ങളും വന്നു ചേരുന്നത് അപ്രതീക്ഷിതമാണ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ധനം കയ്യിലുണ്ടെങ്കിലും പ്രതികൂലമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരത്തില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനാണ് ജ്യോതിഷം പറയുന്നത്, നിങ്ങൾക്ക് ധനപരമായ നേട്ടം ഉണ്ടാകാം, തൊഴിൽപരമായ നേട്ടം ഉണ്ടാകാം, നിങ്ങൾ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലായിരിക്കാം, നിങ്ങളുടെ മക്കൾ നല്ല സ്നേഹത്തിലായിരിക്കാം. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ളൊരു പ്രതിസന്ധി വന്നു ചേരാൻ ഇടയുണ്ടെന്ന് പറയുമ്പോൾ അത് വന്നിരിക്കും, സൂക്ഷിക്കണം. അത് ധനപരമായിട്ടുള്ള നഷ്ടമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ധനമുണ്ട്, കയ്യിൽ കാശുണ്ട്, പക്ഷെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ഒരു ബന്ധുവോ അല്ലെങ്കിൽ സുഹൃത്തോ ഒരു അത്യാവശ്യം പറഞ്ഞ് ഓടി വരുന്നത്. നിങ്ങൾ ആ പണം കൊടുക്കും, ആ പണം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ധനപരമായ നേട്ടത്തിൽ കൂടി നിങ്ങൾക്ക് ധനം കയ്യിൽ വന്നു, ആ ധനം ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്ത് നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ അതാണ് അവിടെ ഒരു കാര്യം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രതികൂലമായ അനുഭവമുള്ളവർക്ക് ധനപരമായ നേട്ടം, ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കും എന്നാണ് ഞാൻ പറയുന്നത്. പ്രതികൂലമായ ജീവിതാനുഭവങ്ങളുള്ള ദിവസം പോലും നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്നൊരു ദിവസമാണ്. നിങ്ങൾ ധനം കൈകാര്യം ചെയ്തു, വിജയിച്ചു, ധനപരമായ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെങ്കിൽ അത് വേറെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലങ്ങളായ അനുഭവങ്ങൾ വന്നു ചേർന്ന് ആ ധനം കയ്യിൽ നിന്ന് പോയെന്ന് വരാം. അതാണ് ധനം ചിലവായി പോകുമെന്നുള്ളതാണ് അവിടെ പറഞ്ഞു തരുന്നത്. ധനപരമായ നേട്ടം ഉണ്ടാകുന്നത്, അത് നിങ്ങൾക്ക് ധനനേട്ടം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാനുള്ള പണം കിട്ടും. നിങ്ങൾ പണ്ടം കൊണ്ടോ കൊടുത്ത അല്ലെങ്കിൽ കടം കൊടുത്ത വ്യക്തിക്ക് ആ വ്യക്തി നിങ്ങളുടെ പണം തിരിച്ചു തന്നു, നിങ്ങളുടെ കയ്യിൽ കാശായി, പണമായി. അല്ലെങ്കിൽ നിങ്ങൾ തൊഴിലിടങ്ങളിൽ നിങ്ങൾ മേലധികാരികളോട് ചോദിച്ചു, ഒരു 10,000 രൂപ അഡ്വാൻസ് ചോദിച്ചു, 10,000 രൂപ കിട്ടി. പക്ഷേ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ആ നേടിയത് 10,000 രൂപ ചിലപ്പോൾ പെട്ടെന്നൊരു ആപത്തോ അനർത്ഥങ്ങളോ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വന്ന് നിങ്ങൾ അതിൻ്റെ പുറകെ പോയി ആ പണം ചിലവഴിഞ്ഞു പോകും. അങ്ങനെയും പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ചിലർ തെറ്റിദ്ധരിക്കും, എന്താണ് മകം നാളിനും മൂലം നാളിനും പ്രതികൂലമാണെന്ന് പറഞ്ഞു, പക്ഷേ അവർക്ക് ധനനേട്ടം ഉണ്ടെന്നും പറഞ്ഞു. അതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കാം. അതാണ് നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് മനസ്സിലാക്കുക. നമ്മളെ ധനം കയ്യിലുണ്ട്, അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ ചെയ്തു, ധനം നേടി, പക്ഷെങ്കിൽ ആ നേടുന്ന പണം, ധനനേട്ടം വന്നു ചേരുമ്പോൾ നേടുന്ന പണം അനാവശ്യമായിട്ട് ചിലപ്പോൾ നമുക്ക് ചിലവഴിച്ച് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയും വരാം, പ്രതികൂലമായ അനുഭവങ്ങൾ അങ്ങനെയും വരാം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ എന്താണ്, പലരുടെയും കയ്യിൽ പൈസ കിട്ടി. ഇപ്പോൾ ഒരാൾക്ക് ലോട്ടറി അടിച്ചു, 5,000 രൂപ കിട്ടി. 5,000 രൂപ കിട്ടി. 5,000 രൂപ കിട്ടിയ സന്തോഷമാണ്. അയാൾ എന്ത് ചെയ്യും? 5,000 രൂപ കിട്ടി, വീട്ടിൽ ചെന്ന് കുഞ്ഞിനൊരു ചെറിയൊരു സ്വർണ്ണാഭരണം മേടിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കഴുത്തിലിടാൻ ഒരു മാല മേടിക്കണം, അല്ലെങ്കിൽ കുഞ്ഞു മോതിരം മേടിക്കണം, അല്ലെങ്കിൽ ഒരു കമ്മൽ മേടിക്കണം എന്നൊക്കെ അന്നേരം ചിന്തിക്കും. കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും വന്ന് വിളിക്കും,
വാടാ എനിക്ക് ചിലവ് ചെയ്യണമല്ലോ, നിനക്ക് ലോട്ടറി അടിച്ചില്ലേ, ഒന്നും ചിലവ് ചെയ്തില്ലല്ലോ. ചിലവ് ചെയ്യാൻ തുടങ്ങി 5000 പോയി, പിന്നെ 10000 രൂപ കടത്തിലുമാവും. ഇങ്ങനെയൊക്കെ ഓരോ ജീവിതങ്ങളും തകർന്നു പോകുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാനിപ്പം പറഞ്ഞത് നിങ്ങളുടെ ആരും ഇത് കേട്ട് ഇതുപോലെയൊന്നും ജീവിക്കത്തില്ല. എല്ലാവരും അവരുടേതായ ഇഷ്ടത്തിനൊക്കെ ജീവിക്കത്തുള്ളൂ. അതും എനിക്കറിയാം. എങ്കിലും പറഞ്ഞു തരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്രയോ പേരോട് വിളിച്ചു പറയും, അടുത്ത ആഴ്ച നിങ്ങളുടെ സമയം മോശമാണ്, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ഓക്കെ തിരുമേനി, സൂക്ഷിച്ചോളാം എന്ന് പറയും. എവിടെ സൂക്ഷിക്കാനാ? പിന്നെ ആ സമയത്ത് വിളിച്ചു നോക്കുമ്പോൾ ഞാൻ എവിടെയാണ്? ഞാൻ ആശുപത്രിയിലാണ്. അങ്ങനെയാണ്. തിരുമേനി പറഞ്ഞതല്ലേ, അത് പറഞ്ഞതാ, തിരുമേനി പറഞ്ഞത് സത്യമാണ്, പക്ഷേ എനിക്ക് അന്നേരം അത് തോന്നിയില്ല തിരുമേനി എന്ന് പറയും. ഇതൊക്കെയാണ് മനുഷ്യ ജീവിതത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇനിയും ഈ ഞായറാഴ്ച ദിവസം ധനപരമായ നേട്ടം വന്നു ചേരുന്ന നാളുകാർ രേവതി, പുണർദം, രോഹിണി, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി. ഇത്രയും നാളുകാർക്ക് ഞായറാഴ്ച ദിവസം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനപരമായ കാര്യങ്ങളൊക്കെ ചെയ്താൽ വിജയിക്കും. കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ ദിവസമാണ്. ധനം കടം കൊടുക്കുവാനും കൊടുത്താൽ തിരിച്ച് കിട്ടുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. വായ്പ വെച്ചാൽ കിട്ടുന്നൊരു ദിവസമാണ്. അങ്ങനെ ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ നേടുന്ന പണം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ടത് ഇവരുടെ കടമയാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇനിയും ലോട്ടറി ഭാഗ്യമാണ് പറയുന്നത്. ലോട്ടറി ഭാഗ്യം ഞായറാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർദം 3/4 നാളുകാർ, കർക്കിടകക്കുറിൽപ്പെട്ട പുണർദം കാല പൂയം ആയില്യം നാളുകാർ, ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്തരം 1/4 നാളുകാർ, വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. അത് അറിഞ്ഞ് ജീവിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് പറഞ്ഞു തന്നത്. ഇനി നക്ഷത്രഫലമാണ് പറയുന്നത്. നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1/4 നാളുകാരുടെ കാര്യം പറയാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം അത്ര നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമല്ല. ജീവിതത്തിൽ 50% ദുഃഖവും 50% സന്തോഷവും അനുഭവിക്കുന്ന സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവം ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. പ്രത്യേകിച്ച് ഈ ജാതകരെ സംബന്ധിച്ച് വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു 50% നഷ്ടം വരുവാനോ 50% ലാഭം ഉണ്ടാകുവാനോ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ 50% ലാഭവും 50% നഷ്ടവും ഒരുപോലെ തന്നെ വന്നു ചേരാം. എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആപത്തുണ്ടായി. അപ്പം നമ്മൾ പറയും ഒരു ആപത്തുണ്ടായി കഴിഞ്ഞപ്പോൾ പറയും, എന്താണ് പറയുന്നത്? ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ എല്ലാം തകർന്നു പോയേനെ. അപ്പോൾ അവിടെ ഭാഗ്യം കൊണ്ട് വലിയൊരു ആപത്തുണ്ടാകാതെ ആ ആപത്തിൽ നിന്ന് ഈശ്വരൻ കാത്തു പരിപാലിച്ചു. ഈശ്വരൻ കാത്തില്ലായിരുന്നെങ്കിൽ മുഴുവനും തീർന്നു പോയേനെ. അപ്പോൾ 100% നഷ്ടം വന്നേനെ. ഇപ്പോൾ ഇവിടെ 50% നഷ്ടമുള്ളൂ, 50% ലാഭമാണ്. എന്ന് പറഞ്ഞാൽ 50% ദുഃഖവും 50% സന്തോഷവും. വലിയൊരു മരണം നടക്കേണ്ട ഒരു അപകടമായിരുന്നു സംഭവിച്ചത്. പക്ഷെങ്കിൽ മരണത്തിൽ നിന്നും ഭഗവാൻ രക്ഷിച്ചു. 50% ജീവൻ നിലനിർത്തി, 50% പരുക്കളോടെ രക്ഷപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്. അതാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ജന്മഭാവത്തിൽ സൂര്യനും ചന്ദ്രനും നിൽക്കുന്നത് കൊണ്ട് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നു പോകും. പ്രത്യേകിച്ച് വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും തരക്കേടില്ലാതെ പോയാലും ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് അങ്ങനെ കുടുംബത്തിൻ്റെ കാര്യവും 50% സന്തോഷവും 50% ദുഃഖവും അനുഭവിക്കുന്ന സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. സുഖദുഃഖ സമ്മിശ്രമായ ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാതാവിന് പ്രതിസന്ധി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. നേത്രരോഗം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കണമെന്നാണ്. നേട്ടവും കോട്ടവും ഒരുപോലെ വന്നു ചേരുവാൻ ഇടയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് മേടക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അനുകൂലമായ ദിവസമല്ല. പ്രതികൂലങ്ങൾ തന്നെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നഷ്ടസാധ്യതകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രതികൂലമായ അനുഭവങ്ങൾ ഒട്ടേറെ അവരിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് ഇടവക്കൂറുകാർ മനസ്സിലാക്കുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഘോഷയാത്രയായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞ് ജൈവിക്കുക. ഇനി മിഥുനക്കൂറാണ്.
മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം 3/4 നാളുകാരെ സംബന്ധിച്ച് തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ അവർക്കുണ്ടാകുമെങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകാത്തൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മറ്റു രീതിയിലുള്ള നേട്ടങ്ങൾ, പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ, തൊഴിലിടങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ, പിതാവിൻ്റെ ബന്ധുക്കാർ മുഖേനയുള്ള നേട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് ബുദ്ധിപരമായിട്ടുള്ള വിജയം ഉണ്ടാകുന്ന ദിവസം, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അവരെ തേടി വന്നാൽ പോലും അവർക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നത് കുടുംബത്തിൻ്റെ സ്ഥിതിയിലും ധനസ്ഥിതിയിലും മെച്ചപ്പെട്ട അനുഭവം ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ള പല കാര്യങ്ങളും അവർക്ക് നേട്ടമാണ്. സുഹൃത്തുക്കൾ, സൗരങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. വീട് വസ്തുവാനം കൊണ്ടുള്ള ഒക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയും അല്പം മെച്ചമായിട്ട് ഒരു ലക്ഷണം കാണിക്കും. എന്ന് പറഞ്ഞാൽ നല്ലൊരു തൊഴിൽ സാഹചര്യത്തിലേക്ക് അവർ കടന്നു പോകുന്നതിനുള്ള ലക്ഷണമൊക്കെ കാണിക്കും. ദൈവാനുഗ്രഹമുള്ളവർക്ക് അത് പൂർണ്ണമായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനയും കാര്യമുള്ളവർക്കൊക്കെ ദൈവാനുഗ്രഹത്താൽ തൊഴിൽപരമായിട്ടുള്ളൊരു നല്ല ജീവിത സാഹചര്യം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം അവരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തന്മൂലം കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്കുണ്ടാകുന്നൊരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിജയിക്കുന്നൊരു ദിവസമാണ്. അനുകൂലമായ ജീവിത സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ പ്രീതിയും പ്രശംസയും പ്രസിദ്ധിയും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്തരം കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് കണ്ടകശനി അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു ദിവസം. ഈ സാഹചര്യത്തിലാണ് ശനിയുടെ ശത്രുവായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്ന ഞായറാഴ്ച ദിവസം കടന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സംശയരോഗമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എങ്കിലും അറിവുള്ളവരെ ബഹുമാനിക്കുകയും വിദേശവാസത്തിന് ശ്രമിക്കുകയൊക്കെ ചെയ്യും. വിദേശത്തൊക്കെ പോയാൽ രക്ഷപ്പെടണമെന്നില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ടാകാം. അതിയായി വിശ്വസിക്കുന്നവരിൽ നിന്ന് ദോഷങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ അവർ ചതിച്ചെന്ന് വരാം, വഞ്ചിച്ചെന്ന് വരാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കണ്ടകശനിയുണ്ട്. അഷ്ടമത്തിലെ സൂര്യൻ്റെ സ്ഥിതിയുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള പരാജയം, ധനനഷ്ടം, പല കാര്യങ്ങളിലും നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള സാഹചര്യം. എങ്കിലും ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടെന്നുള്ളതല്ലാതെ മറ്റു പല കാര്യങ്ങളും തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കേണ്ട ദിവസമാണ്. കന്നിക്കൂറുകാരോട് പറയുകയാണ്, സൂക്ഷിക്കേണ്ട ദിവസമാണ് ഞായറാഴ്ച ദിവസം. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. ഏതെങ്കിലും വിധത്തിലുള്ള അപവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി, അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള പരാജയം സംഭവിച്ച് ധനനഷ്ടമുണ്ടായി, ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടായി, മറ്റു പല വിധത്തിലും പ്രശ്നങ്ങളുണ്ടായി, അങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ 3/4 നാളുകാരെ സംബന്ധിച്ച് ഭാര്യ ഭർത്തൃ സുഖഹാനി ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും ഈ ഞായറാഴ്ച ദിവസം. മനോദുഃഖം, മാനഹാനിയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദേഷ്യം വരാനും കോപം വരാനും പാവപ്രവൃത്തികളൊക്കെ ചെയ്യുവാനും സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ ഉറപ്പില്ലാത്ത മനസ്സ്, ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം, കോപം, അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേനയുള്ള അപവാദങ്ങളും ധനനഷ്ടവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും തുലാക്കൂറുകാർ അറിഞ്ഞ് ജീവിക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ബന്ധുസ്നേഹം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ്. ശത്രുക്കളെ ജയിക്കുന്ന ദിവസമാണ്. സൽപ്രവർത്തികളൊക്കെ ചെയ്യുന്നൊരു ദിവസമായിരിക്കും. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചുള്ളതും അറിഞ്ഞുകൊള്ളുക. എന്നാൽ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ 5-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് ദോഷം ചെയ്യുവാൻ സാധ്യതയുണ്ട്. മാനസികമായിട്ടുള്ള രോഗം ഒട്ടുമിക്ക ആൾക്കാരിലും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. 2.5 വർഷക്കാലം അതിൻ്റെ കാലാവധിയുണ്ട്. 5-ലെ ശനി ബുദ്ധിപരമായിട്ടുള്ള ദോഷത്തെ ചെയ്യും. എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടുള്ള പല കാര്യങ്ങളിലും ഇവർ ഏർപ്പെട്ട്, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ഇവർ കൂടുതൽ ചിന്തിച്ച് മനോരോഗികളായി മാറുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് സാധ്യതയുള്ളൊരു സമയമാണിപ്പോൾ. അത് കഴിഞ്ഞ 2.5 വർഷക്കാലം തുലാക്കൂറിൽപ്പെട്ട ഒട്ടനവധി ചെറുപ്പക്കാർക്ക് വേണ്ടി ഞാൻ പൂജയും പ്രാർത്ഥനയും നടത്തി അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്.
ഒട്ടനവധി ചെറുപ്പക്കാർ വിദേശ രാജ്യത്തൊക്കെ ജോലി ചെയ്തവർ ശനിയുടെ മാറ്റം കൊണ്ട് അവർ ആ ജോലി കളഞ്ഞിട്ട് നാട്ടിൽ വന്ന് ഭ്രാന്തന്മാരെ പോലെ നടന്നു. അങ്ങനെ ഒരുപാട് പേര് വീട്ടിൽ കലഹം ഉണ്ടാക്കിയവരുണ്ട്, മാതാവുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയവരുണ്ട്. അങ്ങനെ സമൂഹത്തിൽ ഒരു ഭ്രാന്തനെ പോലെ നടന്നവരുണ്ട്, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ആ ശനിയുടെ ദോഷം കൊണ്ട് അങ്ങനെ അനുഭവിച്ചവരുണ്ട്. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ ശനിയുടെ മാറ്റം കൊണ്ട് അവർ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ അവർ മിടുക്കരായി. അപ്പോൾ അവർക്ക് യഥാസമയം പൂജയും പ്രാർത്ഥനയൊക്കെ ചെയ്ത് അവരെ അതിൽ നിന്നും രക്ഷിച്ചു. അല്ലെങ്കിൽ അവർ വെറും ഭ്രാന്തന്മാരായിപ്പോവും. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തനായി മാറി പോകേണ്ടതാണ്. അവരെയൊക്കെ രക്ഷിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു അവസ്ഥ വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാലാനുരം കേട്ട നാളുകാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ്. ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും മനോരോഗികളെപ്പോലെ അവർ പെരുമാറും. വീട്ടിൽ കലഹം ഉണ്ടാക്കും, വീട്ടിലുള്ളതെല്ലാം എറിഞ്ഞ് നശിപ്പിക്കും. ചിലപ്പം ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് ദേഷ്യം തോന്നും, ഭർത്താവാണെങ്കിൽ ഭാര്യയോട് ദേഷ്യം തോന്നും. ഇവർ തമ്മിൽ കണ്ട കലഹം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അത് പൂജയും പ്രാർത്ഥനയും കൊണ്ടേ മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് 2.5 വർഷക്കാലം ഇവർ സമനില തെറ്റി ഇവർ മനോരോഗികളായി മാറാതിരിക്കുവാൻ വേണ്ടി പൂജയും പ്രാർത്ഥനയും ചെയ്ത് അവർക്ക് സമാധാനമുള്ളൊരു മനസ്സുണ്ടാകുവാൻ, അവർ മറ്റ് സൂയിസൈഡ് ചെയ്തായിരിക്കുവാനും അല്ലെങ്കിൽ അവരെന്തെങ്കിലും തെറ്റായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാതിരിക്കാനും ഒക്കെ പൂജയും പ്രാർത്ഥനയും ആവശ്യമാണ്. അപ്പോൾ ഇത് കേൾക്കുന്നവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്തു പോകണം. ശനീശ്വരൻ്റെ ദോഷം കൊണ്ടാണ്, ശനീശ്വര ദോഷം വന്നു ചേരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്യുക. ആർക്കെങ്കിലും ഈ കാര്യത്തിൽ ഞാനുമായിട്ട് ആശയവിനിമയം നടത്തണമെന്നുണ്ടെങ്കിൽ 73 06 03 8152 എന്ന നമ്പറിൽ എന്നെ വിളിക്കുക. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഞായറാഴ്ച ദിവസം എന്തായാലും ധനധാന്യ സമൃദ്ധി ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരും. ബന്ധുഗുണവും നല്ല ആരോഗ്യവും ശത്രുക്കളെ ജയിക്കുകയും സൽപ്രവർത്തികളെയൊക്കെ സൽപ്രവൃത്തി ചെയ്യുന്ന ഒരു ദിവസമൊക്കെ ആയിരിക്കാം. പക്ഷെങ്കിൽ ചിലർക്കൊക്കെ ഞായറാഴ്ച ദിവസം എന്നുള്ളതല്ല, ശനിയുടെ മാറ്റം കൊണ്ട് സമനില തെറ്റിപ്പോയി മനോരോഗികളായി മാറുവാൻ സാധ്യതയുണ്ട്. ഈ 2.5 വർഷക്കാലമാണ് അതിൻ്റെ കാലാവധി. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ബുദ്ധി കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നൊരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം. പക്ഷെങ്കിൽ ബുദ്ധിക്കൊത്ത പോലെ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല. ധനസ്ഥിതി മോശമാകാം, ബന്ധുക്കളുടെ സഹകരണം കുറവാകും, കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്, പുത്രദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ദാരിദ്ര്യം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേർന്ന് ക്രൂരകൃത്യങ്ങളിലൊക്കെ അകപ്പെടുവാനോ ദേഷ്യം കൊണ്ട് പല കാര്യങ്ങളും കോപം കൊണ്ട് പല കാര്യങ്ങളും ഒക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിയുക. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ പ്രവൃത്തികളിലൊന്നും ചെന്ന് വീഴാതെ ധനുക്കുറുകാർ വളരെ ബുദ്ധിപരമായിട്ട് ജീവിക്കുക. ബുദ്ധി കൂടുതലുണ്ടാകുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ ദോഷം ചെയ്യുന്ന ബുദ്ധി ഒന്നും വരാതെ സൂക്ഷിക്കുക, പ്രാർത്ഥിക്കുക. അതുപോലെ മഹാദേവനെ വിളിച്ച് ഓം നമഃ ശിവായൊക്കെ പ്രാർത്ഥിച്ച് നല്ല സൽബുദ്ധി ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് ജീവിക്കുക. പ്രശ്നങ്ങളൊന്നും അകപ്പെടാതെ നോക്കുക. ദേഷ്യം കൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ പലതും ചെയ്തെന്നൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അകപ്പെടാതിരിക്കുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. ശത്രുതയൊക്കെ ഇക്കാര്യങ്ങളിൽ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് മുഖേന ഉള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവരൊക്കെ വളരെ സൂക്ഷിക്കണം. അപകടങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അവർക്ക് 4-ാം ഭാവത്തിൽ ഈ മകരക്കുറുകാരെ സംബന്ധിച്ച് 4-ൽ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഒഴികെ മറ്റുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വളരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മകരക്കുറുകാരോട് പറഞ്ഞു തരുവാനുള്ളത്. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച അർദ്ധരാത്രി വരെ, ശനിയാഴ്ച അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച രാത്രി 12 മണി വരെ എന്തെല്ലാം പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയവരാണെങ്കിലും, ഭാര്യയും ഭർത്താവും പൂരെ അടിയാണെങ്കിലും,
ശനിയാഴ്ച ദിവസം ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഞങ്ങൾ വളരെ സന്തുഷ്ടരായിട്ട് ജീവിക്കുന്നവരാണ്. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു മനോഭാവത്തോടുകൂടി നല്ല സുഹൃത്തുക്കളായിട്ട് ജീവിക്കും, നല്ല സഹോദരങ്ങളായിട്ട് ജീവിക്കും, ഭാര്യയായിട്ട് ജീവിക്കും, ഭർത്താവായിട്ട് ജീവിക്കും, നല്ല കുട്ടികളായിട്ട് ജീവിക്കും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന ദിവസമാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും, ദേവാലയങ്ങൾ സന്ദർശിക്കും, ക്ഷേത്രങ്ങൾ സന്ദർശിക്കും, ആത്മീയത്തെക്കുറിച്ചുള്ള ചിന്ത വരും, ദൈവവിശ്വാസം വർദ്ധിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. ഒരുപക്ഷെ ശനിയാഴ്ച ദിവസം വരെ അവർക്ക് മോശമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നു ചേർന്നാൽ പോലും ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തവരായിട്ട് മാറി അവർ പോകുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് കുടുംബത്തിൽ കലഹമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. ധനസ്ഥിതി മോശമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ മോശമാകുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങൾ മോശമാകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഭാര്യയും മക്കളും ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് കലഹത്തിലൊക്കെ ഏർപ്പെടുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദുഃഖിതരായി തീരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അവരിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ സാധ്യത ഒട്ടും തന്നെ ഇല്ല. കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ 50% ദുഃഖവും 50% നേട്ടവും അല്ലെ സന്തോഷവുമായിട്ട് പോകും എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഇതാണ് മീനക്കൂറുകാരുടെ സ്ഥിതി. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്കില്ല. ധനം കടം മേടിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, രോഗം, ശത്രുത, കടബാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് വന്നു ചേർന്ന് കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാകാനിടയുണ്ട്. സൂക്ഷിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരായിട്ട് നക്ഷത്രഫലമായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.